പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഹിയർ വിത്ത് രാജ് ചാനലിലേക്ക് എല്ലാവർക്കും स्वागतम। प्यारे बच्चों, आज हम 6वीं कक्षा की एक कविता पढ़ेंगे। कविता का नाम है नीली चिड़िया। श्री हरिवंशराय बच्चन की लिखी हुई कविता है। കിളിയുടെ സ്വാതന്ത്ര്യവും കിളിയുടെ സ്വഭാവവും വ്യക്തമാക്കുന്ന അതിമനോഹരമായൊരു കവിതയാണ് നീലി ചിടിയ। കവിത മനസ്സിലാക്കുന്നതിന് മുൻപ് നമ്മുടെ പുസ്തകത്തിലെ 7ാമത്തെ പേജ് ഒന്ന് നോക്കുക। बच्चों, ये कौन सा चित्र है? नाम पत्र है। നെയിം സ്ലിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ। എന്താ അതിലുള്ളത്? നാം, കക്ഷ, സ്കൂൾ और जिला। നാം ഹിന്ദിയിൽ നമുക്ക് എഴുതാൻ അറിയാം। കക്ഷ 6वीं, സ്കൂൾ കാ നാം, നമ്മുടെ സ്കൂളിൻ്റെ പേര് നമ്മുടെ അധ്യാപകർ നമുക്ക് ഹിന്ദിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്। और ജില്ല, കേരളത്തിലെ ഏത് ജില്ലയിലാണ് നമ്മൾ പഠിക്കുന്നത് ആ ജില്ലയുടെ പേര്। അപ്പോൾ എന്തായി? നിങ്ങളുടെ ഒരു നാംപത്ര അല്ലെങ്കിൽ നെയിം സ്ലിപ്പ് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു। നാം, കക്ഷ, സ്കൂൾ, ജില്ല, അതാണ് നമ്മൾ ഈ 7ാമത്തെ പേജിൽ ആദ്യം പഠിക്കുന്നത്। നമുക്കിനി അടുത്തത് നോക്കാം। നീലി ചിടിയ, ഹരിവംശരായ് ബച്ചൻ എഴുതിയ അതിമനോഹരമായൊരു കവിതയാണ് നീലി ചിടിയ। नीले आसमान से उतरी नीली एक निराली चिड़िया, गाती उड़ने वाली चिड़िया, उड़ती गाने वाली चिड़िया। नीले आसमान, आकाश से उतरी। कौन? एक नीली चिड़िया। चिड़िया कैसी है? चिड़िया एक निराली है। निराली अनोखी है। അതുല്യമായ ഒരു നീല നിറമുള്ള കിളി ആകാശത്തു നിന്നും ഇറങ്ങി വരുന്നു। ഉടുത്തി ഗാനെ വാലി ചിടിയ, ചിടിയ ക്യാ കർത്തി ഹൈ? ചിടിയ ഗീത് ഗാത്തി ഹൈ। ഗാത്തി ഉടനെ വാലി ചിടിയ, ഉടുത്തി ഗാനെ വാലി ചിടിയ, പാടിക്കൊണ്ട് പറക്കുന്നു, പറന്നുകൊണ്ട് പാടുന്നു। एक नीली चिड़िया। इस फुनगी से उस फुनगी पर। फुनगी क्या है? फुनगी का अर्थ है जो शाखा है, शाखा का अग्रभाग। മരക്കൊമ്പിൻ്റെ തുമ്പത്ത് നിന്നും ഒരു തുമ്പിൽ നിന്നും അടുത്ത തുമ്പിലേക്ക് പറന്നു പോകുന്നു। ഇസ് ഫുൻഗി സെ ഉസ് ഫുൻഗി पर उड़कर जाने वाली चिड़िया, പറന്നു പോകുന്ന കിളി। ഇൻ പത്തോ മേ ഉൻ പത്തോ മേ छिपकर गाने वाली चिड़िया, പത്തോ കെ പീछे छिपकर, നമ്മളെ പേടിച്ച് മരക്കൊമ്പിൻ്റെ ഇലകൾക്ക് മറവിൽ നിന്നാണ് ഈ കിളി പാടുന്നത്। പത്തോ മേ छिपकर गाने वाली चिड़िया, पर फड़काकर नीचे आकर। जब चिड़िया नीचे आती है तो अपना पर फड़काती है। पर फड़काना അറിയാമല്ലോ? അതെ, ചിറകടിച്ച് താഴേക്ക് ഇറങ്ങി വരുന്നു। ദാന ഖാനെ വാലി ചിടിയ, താഴെ വന്ന് ധാന്യങ്ങൾ കൊത്തി തിന്നുന്നു, ആഹാരം കഴിക്കുന്നു। ദാന ഖാക്കർ പർ ഫടക്കാക്കർ, ചിറകടിച്ച് പറന്നു വരുന്നു, ആഹാരം കഴിക്കുന്നു, ചിറകടിച്ച് തന്നെ പറന്നു പോവുകയും ചെയ്യുന്നു। അതെങ്ങനെയാ? ഝട്ട് ഉഡ് ജാനെ വാലി ചിടിയ, പെട്ടെന്നങ്ങ് പറ, ഝട്ട് സേ ഉഡ് ജാത്തി ഹൈ, പെട്ടെന്ന് പറന്നു പോകുന്നു। കോൻ? നീലി ചിടിയ। ഇസ് ഡാലി സെ ഉസ് ഡാലി पर उड़ उड़ जाने वाली चिड़िया। डाली क्या होता है? हाँ, മരത്തിൻ്റെ ശാഖ। इस डाली से उस डाली पर, पेड़ की डाली, इस डाली से उस डाली पर उड़ उड़ जाने वाली चिड़िया। लाख बुलाऊं, लाख बुलाऊं मेरे पास न आने वाली, എൻ്റെ അടുക്കൽ വരില്ല। നമ്മളെ പേടിയാ കിളിക്ക്। നമ്മൾ മനുഷ്യരല്ലേ, എന്തെങ്കിലും ചെയ്യുമെന്നൊരു പേടി കാരണം ലാഖ് ബുലാവും, ലക്ഷം പ്രാവശ്യം വിളിച്ചാലും, ഒരുപാട് പ്രാവശ്യം വിളിച്ചാലും ഓ മേരെ പാസ് നീ ആത്തി। നീലെ ആസ്മാൻ സെ ഉത്തരി, എവിടെന്നാ? കാസേ? നീലെ ആസ്മാൻ സെ ഉത്തരി, നീലി ഏക്ക് നിരാലി ചിടിയ, നീലാകാശത്തു നിന്നും ഇറങ്ങി വന്ന നീല നിറമുള്ള ഈ കിളി അതുല്യമാണ്, അനോഖയാണ്। ഓർ ഗാത്തി ഉടനെ വാലി ചിടിയ, ഉടുത്തി ഗാനെ വാലി ചിടിയ, പാടിക്കൊണ്ട് പറന്നു പോകുന്ന കിളി, പറന്നുകൊണ്ട് പാടുന്ന കിളി। കവിത ഇഷ്ടപ്പെട്ടോ? ടീച്ചേഴ്സ് ഇത് പഠിപ്പിക്കുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് നിങ്ങൾക്ക് എന്താവും? മനസ്സിലാവും। ഓക്കെ, അപ്പോൾ ഇതാരാ എഴുതിയത്? കവിത എഴുതിയത് ഹരിവംശരായ് ബച്ചൻ। കവിതയുടെ പേരെന്താണ്? നീലി ചിടിയ। बच्चों, ये चित्र देखो। नमूने के अनुसार वाक्य बनाए। पहला चित्र क्या है? छिपकर गाना। चिड़िया गाना गाती है। कौन गाती है? चिड़िया। अच्छा, चिड़िया कैसे गाना गाती है? चिड़िया छिपकर गाती है। दूसरे चित्र में क्या है? दूसरे चित्र में चिड़िया दूर बैठी है, तो क्या लिखेंगे? चिड़िया पास न आती है। अब तीसरा चित्र कौन सा है? तीसरा चित्र देखो,
उसमें झट उड़ जाना, तो ओ कैसे लिखेंगे? चिड़िया झट उड़ जाती है। अब अंतिम चित्र कौन सा है? चिड़िया दाना खा रही है ना? तो क्या लिखेंगे? चिड़िया दाना खाती है। तो आप अब ये वर्कशीट पूरा कर सकते हैं ना? अच्छी बात है. अब പന്ന സംഖ്യ 14 देखो. എടുത്തോ 14ാമത്തെ പേജ്. അതിലെന്താ കൊടുത്തിരിക്കുന്നത്? ഒരു മരത്തിന്റെ കൊമ്പും അതിൻ്റെ രണ്ട് വശങ്ങളിൽ ഇലകളായിട്ടാണ്. സമാൻ അർത്ഥ ഢൂണ്ടേ പത്തേ ഭരേ. നമ്മുടെ ഈ കവിതയിൽ ഇതുമായി ബന്ധമുള്ള സാമ്യമായ വാക്കുകളുണ്ട്. ആ വാക്കിൻ്റെ അർത്ഥങ്ങൾ കണ്ടെത്തുകയാണ്. ആദ്യത്തെ ഇലയിൽ എന്താ എഴുതിയിരിക്കുന്നത്? ജൽദി. इसके लिए कौन सा शब्द है कविता में? झट से, झट. दूसरा शब्द कौन सा है? पंख. क्या है? पंख. उसके लिए कविता में कौन सा शब्द लिया है? पर. पंख पर. अब तीसरा है डाली. क्या है? डाली. उसके लिए कौन सा शब्द है? फुनगी. कविതയിൽ നമ്മൾ പറയുന്നത് फुनगी എന്നാണ്. अब चौथा शब्द पक्षी. क्या है? पक्षी. वो तो हमें मालूम है, चिड़िया. अब पांचवा शब्द कौन सा है? अनोखा. अनोखा. उसके लिए कविता में कौन सा शब्द प्रयोग किया है? निराली. अनोखा, निराली. छठा शब्द आकाश. अदने, आसमान. ठीक है. तो जल्दी, झट, पंख, पर, डाली, फुनगी, पक्षी, चिड़िया, अनोखा, निराली, आकाश, ആസ്മാൻ. എല്ലാ കൂട്ടുകാരും നന്നായിട്ട് ഈ വർക്ക്ഷീറ്റ് പൂർത്തീകരിച്ച് നോട്ട്ബുക്കിൽ എഴുതി അധ്യാപകരെ കാണിക്കുമല്ലോ. പ്രിയപ്പെട്ടവരെ, ഈ പാഠത്തിൽ ഇനിയും പഠന പ്രവർത്തനങ്ങളും ആശയവും മറ്റുമുണ്ട്. ഇപ്പോൾ തന്നെ വീഡിയോ ലെങ്തി ആയതുകൊണ്ട് ഇതിൻ്റെ 2 ഭാഗങ്ങളായിട്ടാണ് ഈ പാഠത്തിൻ്റെ പ്രവർത്തനങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഉടൻ തന്നെ 2ാം ഭാഗവും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും.